ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് സിജോന്റെ ഒരു അടിപൊളി ഗെയിമാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ സിജോന് ക്യാപ്റ്റൻസി കിട്ടിയ സമയത്ത് ലാലേട്ടൻ ചോദിച്ചിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാപ്റ്റൻസിയിലൂടെ. അപ്പൊ സിജോ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് മാത്രം പരിഗണന കൊടുത്ത് ഒരു ക്യാപ്റ്റൻ ആയിരിക്കില്ല ഒരിക്കലും. ക്യാപ്റ്റൻസിയെ തന്നെ ഒരു ഗെയിമാക്കി അതിൽ നിന്ന് കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ക്യാപ്റ്റൻ ആവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സിജോ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ക്യാപ്റ്റൻസിയാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ആയിട്ട് സിജോ കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ അടിപൊട്ടിയിരിക്കുകയാണ് നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിൽ. അപ്സര കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോക്കി അവിടെ ഫുഡിന് വേണ്ടി ചെന്നിട്ട് റോക്കി അപ്സരയോട് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് പഴയ ഫുഡാണ്, നിങ്ങൾ പുതിയ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഇന്നലെ വെച്ചുണ്ടാക്കിയത് വീണ്ടും ചൂടാക്കി തരികയാണ്, ഇത്തരത്തിലുള്ള മോശം ഭക്ഷണം കഴിക്കാനായിട്ടല്ല ഞാനിവിടെ വന്നത്, എനിക്ക് നല്ല ഫുഡ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്സരയുടെ വീട്ടുകാരെ പറയുന്നുണ്ട്, അപ്സര തിരിച്ച് റോക്കിയുടെ വീട്ടുകാരെ പറയുന്നുണ്ട്. പക്ഷേ റോക്കി എടുത്തു പറഞ്ഞു, അപ്സര കെട്ടിയവൻ എടുത്തു പറഞ്ഞു അപ്സരയുടെ ഈ ഹസ്ബൻഡിനെ പറ്റി മോശമായിട്ട് റോക്കി അവിടെ സംസാരിക്കുകയുണ്ടായി. പിന്നീട് അപ്സര റാസ്കൽ എന്നൊരു പദപ്രയോഗം ഉപയോഗിച്ചു. അതൊക്കെ വളരെ മോശമാണ്. ഇപ്പൊ റോക്കി പറഞ്ഞതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ സിജോ അവിടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടും റോക്കിയോടോ അപ്സരയോടോ മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനോടോ സിജോ ഒന്നും പറയുന്നില്ല. സിജോ അവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണാം, അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നടക്കുകയാണ്, അവിടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു കിച്ചൺ ടീമും ഫ്ലോർ ടീമും അതുപോലുള്ള എല്ലാ ടീമുകളെ റെഡി ആക്കാനായിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു. ആ സമയത്ത് സിജോ വന്ന് നേരെ നമ്മുടെ റോക്കിയുടെ ടീമിനെ അങ്ങാടി കിച്ചൺ ടീമാക്കി റോക്കിയെ കിച്ചണിലെ ക്യാപ്റ്റനും ആക്കി. നല്ലൊരു അടിപൊളി മൂവ്മെന്റ് തന്നെയായിരുന്നു. റോക്കിക്ക് കിട്ടിയ ഒരു അടിപൊളി പണി. ഇനി അടിപൊളിയായിട്ട് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കട്ടെ, വെച്ചുണ്ടാക്കി തിന്നട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് സിജോന്റെ മുഖത്തത് കാണാം. ശരിക്കും റോക്കി നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെ ക്യാപ്റ്റന്റെ തീരുമാനമാണ്. ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ചാണ് ഓരോ ടീമിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ലൈവിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു. ഇതിന് ശേഷമാണ് നമ്മുടെ സിജോയും റോക്കിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നതും സിജോനെ റോക്കി ആക്രമിക്കുന്നതും റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുന്നതും. അപ്പോൾ ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ബിഗ് ബോസിൽ രാവിലെ നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്